ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മൾ വേറൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ടോപ്പിക്ക് എക്കണോമിക് പ്രോബ്ലംസ്. കഴിഞ്ഞ ദിവസം നമ്മൾ എക്കണോമിക്സ് എന്താണെന്ന് കണ്ടു. സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാന കാതലായ പ്രശ്നങ്ങൾ, സെൻട്രൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഇക്കോണമി. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി, സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി, സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ, കാതലായ പ്രശ്നങ്ങൾ. നമ്മൾക്കറിയാം, ഏത് ഇക്കോണമി ആണെങ്കിലും, അത് സോഷ്യലിസ്റ്റ് ആണെങ്കിലും മിക്സഡ് ഇക്കോണമി ആണെങ്കിലും ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ആണെങ്കിലും ഏത് ഇക്കണോമിക് സിസ്റ്റം ആണെങ്കിലും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, സമ്പദ് വ്യവസ്ഥ നേരിടുന്ന ഒരു മെയിൻ എക്കണോമിക് പ്രോബ്ലം, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. Human wants are unlimited and resources are limited. മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തമാണ്, വിഭവങ്ങൾ പരിമിതമാണ്. എന്താണ്? The main economic problem is that human wants are unlimited and resources are limited. ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നം എന്താണ്? മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തമാണ്, വിഭവങ്ങൾ പരിമിതമാണ്. എഴുതിയല്ലോ, എന്താണ്? ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് റിസോഴ്സ് ആർ ലിമിറ്റഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയേ ഉള്ളൂ. നമ്മളോടൊക്കെ വിളിച്ചിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും, എണ്ണിയാ തീരാത്തത്ര ആവശ്യങ്ങളുണ്ടാവും അല്ലേ? ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. ഈ ആവശ്യങ്ങളുടെ മുമ്പിലുള്ള ഒരു തടസ്സം, ഒരു ഓബ്സ്റ്റാക്കിൾസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് മണി, പണമില്ല എന്നുള്ളതാണ് തടസ്സം അല്ലേ? അതിൻ്റെ റിസോഴ്സസ് അല്ലേ? നമ്മളോട് ചോദിക്കുക, ഓരോരുത്തരും വിളിച്ച് എന്താ ആവശ്യം എന്ന് വെച്ചാൽ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. ആവശ്യങ്ങളുടെ മുമ്പിലുള്ള തടസ്സം, ഒരു ഓബ്സ്റ്റാക്കിൾ എന്താ? പൈസ ഇല്ല, വിഭവമല്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ സ്കേഴ്സ് റിസോഴ്സസും അൺലിമിറ്റഡ് വാണ്ട്സ് അല്ലേ? സ്കേഴ്സ് റിസോഴ്സസ്, ദൗർലഭ്യമുള്ള വിഭവങ്ങളും അൺലിമിറ്റഡ് അനന്തമായ വാണ്ട്സ്. അതാണ് നമ്മളുള്ളത് അല്ലേ? എന്താണ്? വാണ്ട്സ്, അനന്തമായ ലക്ഷ്യം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ സ്കേഴ്സിന് അനന്തമായ റിസോഴ്സസ്, അനന്തമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അത് ഈ പ്രോബ്ലം പരിഹരിക്കുക എന്നുള്ളതാണ് സാമ്പത്തിക ശാസ്ത്രം നമ്മൾ ചെയ്യുന്നത്. The economics help us to solve the main economic problem. Human wants are unlimited and resources are limited. ഈ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ നമ്മളെ ആര് സഹായിക്കുന്നു? സാമ്പത്തിക ശാസ്ത്രം സഹായിക്കുന്നു. അപ്പൊ എഴുതി വെക്കുക, the subject economics help us to solve the main economic problem. Human wants are unlimited and resources are limited. അല്ലേ? സാമ്പത്തിക ശാസ്ത്രം ഒരു പ്രധാന സാമ്പത്തിക പ്രശ്നമായിട്ടുള്ള മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തമാണ്, വിഭവങ്ങൾ പരിമിതമാണ് എന്ന് പരിഹരിക്കുന്നു അല്ലേ? ഒരു പ്രധാന സാമ്പത്തിക പ്രശ്നമായ മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തമാണ്, വിഭവങ്ങൾ പരിമിതമാണ് എന്ന പ്രശ്നം പരിഹരിക്കാൻ ആര് നമ്മെ സഹായിക്കുന്നു? സാമ്പത്തിക ശാസ്ത്രം നമ്മെ സഹായിക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഞാൻ നേരത്തെ ഉദാഹരണം എടുക്കാം. എന്റെ കയ്യിൽ 1000 രൂപ ഉണ്ട്, എനിക്ക് ചിലപ്പോൾ 10,000 രൂപയുടെ ചെലവുണ്ടാവും. ഈ 1000 10,000 ആവശ്യങ്ങളുണ്ടാവും. ഞാൻ ഏതായാലും എൻ്റെ അടുത്ത് ഈ 1000 കൊണ്ട് എൻ്റെ 10,000 ആവശ്യം തരുമായിട്ട് ആരും വലിച്ചെറിയോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും, ഇത് കൊണ്ടേക്ക് ഏതായാലും അതുകൊണ്ട് തികയില്ല, കൊടുക്കുമല്ല. ഞാൻ എന്ത് ചെയ്യും? ഐ എം എ കൺസ്യൂമർ. ഞാൻ എന്താ ചെയ്യാം? എൻ്റെ ഗെയിം മാക്സിമൈസേഷൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്, മാക്സിമൈസേഷൻ ഓഫ് യൂട്ടിലിറ്റി ആണ്, മാക്സിമം തൃപ്തി കിട്ടുക എന്നാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ ചെയ്യും, ഈ 1000 കൊണ്ട് ഞാൻ പരമാവധി യൂട്ടിലൈസ് ചെയ്യും. എങ്ങനെ പരമാവധി തൃപ്തി കൈവരിക്കും അല്ലേ? എനിക്ക് ഏതായാലും 10,000 തികയില്ല എന്ന് എനിക്കറിയാം, എങ്കിൽ ഞാൻ 1000 എന്ത് ചെയ്യും? 1000 എനിക്ക് കൂടുതൽ തൃപ്തി കിട്ടുന്ന ഏതാണോ, കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഏതാണോ, കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുന്ന ഏതാണോ, അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ തൃപ്തി കൈവരിക്കും. അതിന് നമ്മളെ സഹായിക്കും ആര്? സാമ്പത്തിക ശാസ്ത്രം. പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ഇതിന് പുറമെ the central problems of an economy classified into 3. എന്താണ് എഴുതുക? The central problems of an economy classified into 3. സാമ്പത്തിക മേഖല നേരിടുന്ന കാതലായ പ്രശ്നങ്ങളെ പൊതുവെ 3 ആയി തരംതിരിച്ചിരിക്കുന്നു.
സാമ്പത്തിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ഓക്കെ, എന്താണ് the problems of an economy classified into 3. ഒന്നാമത്തേത് എന്തുൽപാദിപ്പിക്കണം, what to produce. ഒന്നാമത്തെ പ്രശ്നം what to produce, എന്ത് ഉൽപാദിപ്പിക്കണം, എന്താണ് ഉൽപാദിപ്പിക്കപ്പെടേണ്ടത്, എത്ര അളവ് ഉൽപാദിപ്പിക്കപ്പെടുന്നു, അതാണ് ഇവിടെ ഈ ഒരു പ്രശ്നം. എന്താണ് എന്തുൽപാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപാദിപ്പിക്കണം എന്നാണ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്. ഒരു സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്യുമ്പോൾ സാമ്പത്തിക മേഖലയിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, സാമ്പത്തിക പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തുൽപാദിപ്പിക്കണം, എത്ര അളവ്, വാട്ട് ക്വാണ്ടിറ്റി വിൽ ബി പ്രൊഡ്യൂസ്ഡ്, എത്ര അളവ് ഉൽപാദിപ്പിക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ വ്യക്തമായിരിക്കണം അല്ലേ. എവരി സൊസൈറ്റി വാണ്ട് തൗസൻഡ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്, the resources are scarce, all these goods and services cannot be produced, therefore it has to be decided what type of goods and should be produced and what quantity should be produced അല്ലേ. ഇക്കോണമി നമുക്കറിയാം, സമ്പദ് വ്യവസ്ഥയിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ കൊണ്ട്, ദൗർലഭ്യമാണ് വിഭവങ്ങൾ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടതാണ് ഏതാണ് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്, എത്ര അളവ് ഉൽപ്പാദിപ്പിക്കപ്പെടണം, ഏതാണ് ആവശ്യക്കാരുള്ളത്, ഏതിനാണ് വിഭവങ്ങളുള്ളത്, വിഭവങ്ങളുടെ ആവശ്യകതയും ആവശ്യക്കാരുടെ ആവശ്യകതയും വിഭവങ്ങളുടെ ലഭ്യതയും നോക്കിയിട്ടായിരിക്കണം ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്, അല്ല ലാഭം മാത്രം നോക്കിയിട്ടല്ല. എന്താണ് ഞാൻ രണ്ടാമത്തെ വീഡിയോ. അപ്പോ വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ വാട്ട് ക്വാണ്ടിറ്റി വിൽ ബി പ്രൊഡ്യൂസ്ഡ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവ് ഉൽപ്പാദിപ്പിക്കണം, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവ് ഉൽപ്പാദിപ്പിക്കണം. നമ്മൾക്കറിയാം സമ്പദ് വ്യവസ്ഥക്ക് ഒരുപാട് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ ആവശ്യമാണ് അല്ലേ. എന്താണ് എവരി സൊസൈറ്റി വാണ്ട് തൗസൻഡ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്, അവർ റിസോഴ്സ് ആർ സ്കേഴ്സ്, this resource cannot be unable to produce the entire items, then this resource can be maximum utilized അല്ലേ. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് അനേബിൾ ആണ്, ഒരിക്കലും കഴിയില്ല എന്ത് പരമാവധി തൃപ്തി കൈവരിക്കാൻ, പരമാവധി ഉപയോഗിക്കാൻ നമ്മൾക്ക് കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ വിഭവങ്ങൾ കൊണ്ട് ആവശ്യമുള്ളത് ഏതാണോ, നമ്മൾക്ക് രാജ്യത്തിന് ആവശ്യമുള്ളത് ഏതാണോ, അതോടൊപ്പം തന്നെ അവിടെ നോക്കണം, രാജ്യത്തിന്റെ ആവശ്യകതയും വിഭവങ്ങളുടെ ദൗർലഭ്യവും നോക്കിയിട്ട്, വിഭവങ്ങളുടെ ലഭ്യതയും നോക്കിയിട്ടായിരിക്കണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കണം, എന്ത് നീഡ് അല്ലെങ്കിൽ വാണ്ട്സ് ഓഫ് എ കൺട്രി, രാജ്യത്തിന്റെ ആവശ്യം എന്താണ്, അതുപോലെ അവൈലബിൾ ആണ്. ഇപ്പൊ ഞാൻ ഒരു സാധനം ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ രണ്ട് കാര്യം നോക്കണം. ഈ സാധനം ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് ആവശ്യം ഉണ്ടോ നോക്കണം. രണ്ടാമത് നോക്കേണ്ടത് ഇത് ഉണ്ടാക്കാനുള്ള റിസോഴ്സസ്, ഇത് ഉണ്ടാക്കാനുള്ള മെറ്റീരിയല് അവിടെ ലഭ്യമാണോ നോക്കണം. വേണ്ടേ അല്ലേ. നല്ല ലാഭം കിട്ടുന്നുണ്ടെന്ന് എഴുതിയിട്ട് ഏതെങ്കിലും ഒരു ഫാക്ടറി, ഇപ്പോൾ ഉദാഹരണം ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ നല്ല വില കൂടിയ ഡ്രസ്സാണ് ചണ ഡ്രസ്സ്, ലിനൻ്റെ ഷർട്ടൊക്കെ, ലിനൻ്റെ ഫാക്ടറി ഇവിടെ തുടങ്ങാൻ പറ്റുമോ? നല്ല ആവശ്യക്കാരുണ്ട്, നല്ല ലാഭം കിട്ടും. പക്ഷെ എന്തില്ല അവിടെ, റിസോഴ്സസ് ഇല്ല. ചണം ഇവിടെ കൃഷിയില്ല, ബംഗ്ലാദേശിലൊക്കെ ചണ കൃഷിയുള്ളത് അല്ലേ. അപ്പൊ ഇവിടെ റിസോഴ്സസ് ഉണ്ടാവണം, ആവശ്യക്കാരുണ്ടാവണം. അല്ലെങ്കിൽ നല്ല റിസോഴ്സസ് ഒക്കെ ഉണ്ട്, നല്ല വിഭവങ്ങളൊക്കെ ഉണ്ട് അതിനാവശ്യമുള്ള, പക്ഷെ ആവശ്യക്കാരില്ല. ഇത് നോക്കണം. അപ്പോൾ വാട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മോർ ഡിമാൻഡ് ഐറ്റംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ we can check the two terms, two objectives, two items. ഒന്ന് needs of a country, wants of a country, next one availability of the resources. ഓക്കെ, രാജ്യങ്ങളുടെ അവൈലബിലിറ്റി, രാജ്യങ്ങളുടെ ആവശ്യവും അതുപോലെ തന്നെ വിഭവങ്ങളുടെ അവൈലബിലിറ്റിയും വിഭവങ്ങളുടെ ലഭ്യതയും നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് പറയാണ്. ഒന്നാമത്തത് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്, അങ്ങനെ കൊടുക്കാം. ആൻഡ് വാട്ട് ക്വാണ്ടിറ്റീസ്. സമ്പത്ത് വ്യവസ്ഥക്ക് ഒരുപാട് സാധന സേവനങ്ങൾ ആവശ്യമാണ്. ഒരുപാട് സാധന സേവനങ്ങൾ ആവശ്യമാണ്. ഈ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല.
കാരണം വിഭവങ്ങൾ ദൗർലഭ്യമാണ്. വിഭവങ്ങൾ ദൗർലഭ്യമാണ്. വിഭവങ്ങൾ ദൗർലഭ്യമാണ്. സമ്പത്ത് വ്യവസ്ഥയുടെ ആവശ്യകതയും വിഭവങ്ങളുടെ ലഭ്യതയും നോക്കിയിട്ടായിരിക്കണം ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്. നിങ്ങൾ എഴുതിക്കോളൂ. എവരി സൊസൈറ്റി വാണ്ട്സ് thousands of goods and services. Every society wants thousands of goods and services. The resources are scarce. All these goods and services cannot be produced. All these goods and services cannot be produced. All these goods and services cannot be produced. The producer evaluates the needs of the economy and availability of the resources. The needs of an economy and availability of the resources. Okay? അപ്പോൾ നോക്കാം സൊസൈറ്റിയുടെ ആവശ്യം ഏതാണ്, അതോടൊപ്പം തന്നെ വിഭവങ്ങളുടെ ലഭ്യത എത്രയുണ്ടെന്ന് നോക്കിയിട്ടായിരിക്കണം സ്ഥാപനം ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പ്രശ്നവും അതിനുള്ള ആൻസർ കൊടുത്തു. ഒന്നാമത്തെ വാട്ട് പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ്. അവിടെ നമ്മൾ കണ്ടു എന്താണ് വിഭവങ്ങൾ ദൗർലഭ്യമാണ്. എല്ലാം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ, എല്ലാ സാധനങ്ങളും വാങ്ങാൻ കഴിയുകയാണെങ്കിൽ നമ്മളവിടെ ചിന്തിക്കേണ്ട പ്രശ്നമില്ല. വിഭവങ്ങൾ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമൊന്നും, എല്ലാം മേടിക്കാം. ഇതങ്ങനെ നമ്മുടെ കയ്യിൽ 1000 രൂപയുള്ളൂ. ഈ 1000 കൊണ്ട് നമ്മൾ വാങ്ങുമ്പോൾ 2 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന്, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഏതാണോ അതായിരിക്കണം. മോർ നീഡഡ് ഐറ്റംസ് ആയിരിക്കണം, മോർ വാണ്ടഡ് ഐറ്റംസ് ആയിരിക്കണം. രണ്ടാമത് നോക്കേണ്ടത് ആ ഐറ്റംസ് അവിടെ ഉണ്ടോന്ന് നോക്കണം. ഇക്കോണമിയിലുള്ള സ്കേഴ്സ് ഇല്ലാത്ത ലഭ്യമായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതായിരിക്കണം വാങ്ങേണ്ടത്. രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെയായിരിക്കണം ഉൽപ്പാദിപ്പിക്കേണ്ടത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏത് മെത്തേഡാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾക്കറിയാം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം പരമാവധിയാക്കുക എന്നാണ് ലക്ഷ്യം. ലാഭം പരമാവധി കിട്ടണമെങ്കിൽ ചെലവ് പരമാവധി കുറയണം. ചെലവ് കുറഞ്ഞ രീതിയായിരിക്കണം നമ്മൾ സ്വീകരിക്കുന്നത്. ഏതാണ്? വി ക്യാൻ അഡോപ്റ്റ് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ. ചെലവ് കുറഞ്ഞ രീതിയായിരിക്കും നമ്മൾ സ്വീകരിക്കുന്നത്. എന്താണ് ലീസ്റ്റ് എന്ന ലോവസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. ലാഭം പരമാവധിയാക്കണമെങ്കിൽ, ലാഭം പരമാവധി കിട്ടണമെങ്കിൽ എന്ത് വേണം? ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ടെക്നിക് ആയിരിക്കണം സ്വീകരിക്കേണ്ടത്. ചെലവ് കുറഞ്ഞ രീതിയായിരിക്കണം ഇത് സ്വീകരിക്കേണ്ടത്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിലായിരിക്കണം ഉൽപാദന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കേണ്ടത്. ഓക്കെ, ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ. ഇങ്ങനെ ചെലവ് കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? വി ക്യാൻ അഡോപ്റ്റ് മോഡേൺ ടെക്നോളജി. മോഡേൺ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യകളോട് കൂടി ചെലവ് കുറഞ്ഞ രീതിയിലായിരിക്കണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു സ്ഥാപന മേധാവി അയാളുടെ മുന്നിലുള്ള ഒരു പ്രശ്നം ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അയാളൊക്കെ എഴുതുക. ചെലവ് കുറഞ്ഞ രീതിയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, എന്താണ് ഇംഗ്ലീഷിൽ എന്താണ് ഹൗ ടു പ്രൊഡ്യൂസ്? എങ്ങനെയായിരിക്കണം? ദ ഫേം അഡോപ്റ്റ്സ് the least cost combination technique or the firm adopt the modern technology for least cost combination, for the lowest cost. ചെലവ് കുറയാൻ വേണ്ടിയിട്ട്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കണം സ്വീകരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതി വെച്ചോളൂ. എഴുതേണ്ടത് the firm adopts modern technology for reducing the cost. The firm can select, the producer can select the least cost combination ടെക്നിക്. ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ടെക്നിക്. അത് 2 തരം ടെക്നിക് ഉണ്ട്. പൊതുവെ 2 തരം ടെക്നിക് ഉണ്ട്. അതായത് ലേബർ ഇന്റൻസീവ് ടെക്നിക്
ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഉണ്ട്. There are two techniques, two methods. രണ്ട് തരം രീതികളുണ്ട്. ലേബർ ഇൻറ്റൻസീവ്, രണ്ടാമത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. ലേബർ ഇൻറ്റൻസീവ് ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. മലയാളം രണ്ട് തരം രീതികളുണ്ട്. ഒന്നാമത്തെ മലയാളത്തിൽ ലേബർ ഇൻറ്റൻസീവ് എന്ന് വെച്ചാൽ എന്താണ്? അധ്വാന തീവ്രത ബന്ധം സാങ്കേതിക വിദ്യ, അതുപോലെ തന്നെ മൂലധന തീവ്രത സാങ്കേതിക വിദ്യ. എന്താണ്? ഒന്ന് ലേബറാണ്, അധ്വാന തീവ്ര സാങ്കേതിക വിദ്യ. എന്താണ്? തീവ്ര സാങ്കേതിക വിദ്യ, അല്ലേ? അധ്വാന തീവ്ര സാങ്കേതിക വിദ്യ, അധ്വാന തീവ്ര സാങ്കേതിക വിദ്യ. ഇവിടെ മൂലധനം, അധ്വാന തീവ്ര സാങ്കേതിക വിദ്യ. രണ്ടാമത്തെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. പേരുകൾക്കൊക്കെ നിങ്ങൾ ഇവിടെ ഉപയോഗിക്കും മോർ അഡോപ്റ്റഡ്. ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവുക. ഇവിടെ ഇതിന് പ്രാധാന്യം കൊടുക്കാം ലേബേഴ്സ്. കൂടുതൽ ലേബർ ഉപയോഗിച്ചുകൊണ്ടാണ് ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ അത് ലേബർ ഇൻറ്റൻസീവ് ആണ്. കൂടുതൽ ക്യാപിറ്റൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്. കൂടുതൽ പറയേണ്ട ആവശ്യം എനിക്കറിയാം. കൂടുതൽ തൊഴിൽ ശക്തിയും കുറച്ച് മൂലധനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഉത്പാദന രീതിയാണ് ലേബർ ഇൻറ്റൻസീവ് അല്ലെങ്കിൽ അധ്വാന തീവ്ര സാങ്കേതിക വിദ്യ. മറിച്ച് എന്താണ്? കൂടുതൽ ക്യാപിറ്റലും അതുപോലെ തന്നെ കുറച്ച് അധ്വാനവും ഉപയോഗിച്ചുകൊണ്ടാണ് ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കാണ്. അത് വളരെ ചുരുക്കി എഴുതി വെച്ചാൽ മതി. ഇവിടെ എന്താണ്? തൊഴിലാളികളെ വെച്ചിട്ടാണ് ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ അധ്വാനം ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അധ്വാന തീവ്ര സാങ്കേതിക വിദ്യ. ഇപ്പുറത്തോ മൂലധനം ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് അല്ലെങ്കിൽ മൂലധന തീവ്ര സാങ്കേതിക വിദ്യ. അപ്പൊ നോക്കാം. രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ്. അവിടെ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ആണ്, മോഡേൺ ടെക്നോളജി ആണ്. രണ്ട് ടെക്നോളജി ഉണ്ട്. ലേബർ ഇൻറ്റൻസീവ് ഉണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഉണ്ട്. ലേബർ ഇൻറ്റൻസീവില് ലേബറിനാണ് കൂടുതൽ പ്രാധാന്യം. ലേബറാണ്. നമ്മൾ ഉദാഹരണം ഫോർ എക്സാമ്പിൾ വിചാരിച്ചോളൂ, കുറെ മണ്ണ് മാറ്റാനുണ്ട്. ഒരു തിണ്ട് കളച്ച് മാറ്റി കുറെ മണ്ണ് മാറ്റാൻ വിചാരിച്ചു. അവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? തൊഴിലാളികൾ വിളിച്ചിട്ട് മണ്ണ് മാറ്റാം. തൊഴിലാളികൾ വിളിച്ച് കളച്ച് മാറ്റിയിട്ട് മണ്ണൊക്കെ മാറ്റാം. അത് ലേബർ ഇൻറ്റൻസീവ് ആണ്, അധ്വാന തീവ്ര സാങ്കേതിക വിദ്യയാണ്. അവിടെ ക്യാപിറ്റൽ മെഷീൻ വളരെ കുറച്ചുള്ളൂ. വല്ല കൈക്കോട്ടോ മറ്റേ പൊട്ടയോ മറ്റു സാധനങ്ങൾ ഉപയോഗിക്കുന്നു. ക്യാപിറ്റൽ വളരെ കുറവാണ്. ആ സ്ഥാനത്ത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ ഇറ്റാച്ച് കൊണ്ടുവന്നിട്ടോ JCB കൊണ്ടുവന്നിട്ടോ മാറ്റാം. അവിടെ ലേബർ 1-2 ആൾ മതി. അവിടെ ക്യാപിറ്റലാണ് കൂടുതൽ, ക്യാപിറ്റൽ മൂലധനമാണ് കൂടുതൽ, അല്ലേ? അവിടെ JCB കൊണ്ടുവന്നിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഏതാണ് അപ്രോപ്രിയേറ്റ്, ഏതാണ് ചെലവ് പറഞ്ഞെങ്കിൽ അതായിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പൊ രണ്ടാമത്തെ പ്രശ്നം ഹൗ ടു പ്രൊഡ്യൂസ്. എന്താ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് നമ്മൾ കണ്ടു. മൂന്നാമത്തത് for whom to produce. ആർക്ക് വേണ്ടി ഉത്പാദിപ്പിക്കും. ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ടെന്ന് പറയും, അല്ലെ? ആർക്ക് വേണ്ടി ഉത്പാദിപ്പിക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഉത്പാദകന് വേണ്ടിയിട്ടെന്നാ പറയാ. ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ടെന്ന് പറയാം. തെറ്റാണ്. ഉത്പാദകന് വേണ്ടിയിട്ടാണ് ഉത്പാദിപ്പിക്കുന്നത്, അല്ലെ? നമുക്ക് ഇവിടെ പറയുന്നത് ഉൽപ്പന്നം വിറ്റാൽ കിട്ടുന്ന വരുമാനം ഉൽപാദന ഘടകങ്ങൾക്കിടയിലാണ് വിതരണം ചെയ്യുന്നത്, അല്ലെ? എന്താണ്? The income of the production distributed among 4 factors of production, that is land, labor, capital, organization അല്ലെങ്കിൽ order of production. ഭൂമിക്ക് കിട്ടുന്നത് റെന്റ്, ലേബർക്ക് കിട്ടുന്നത് വേജ്, ക്യാപിറ്റൽ കിട്ടുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷൻ കിട്ടുന്നത് പ്രോഫിറ്റ്, അല്ലേ? ഈ 4 ഉൽപാദന ഘടകങ്ങൾക്കിടയിലാണ് ഉൽപാദനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം വിതരണം ചെയ്യുന്നത്. അപ്പോൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ഉൽപാദന ഘടകങ്ങൾ ഉൽപാദന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഉൽപാദന ഘടകങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? എന്താണ് നമ്മൾ നോക്കൂ. എന്താണ് ഇൻകം? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ഹോം ടു പ്രൊഡ്യൂസ്? ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നു? ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് 4 ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഒരു ഹോട്ടലിലെ പണ്ടാരി അയാൾ ബിരിയാണി വെക്കുന്നത് സംഗതി ഹോട്ടലിൽ വരുന്ന കസ്റ്റമേഴ്സിന് കഴിക്കാൻ തന്നെയാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ അയാൾ ബിരിയാണി വെക്കുന്നത് അയാൾക്ക് വേണ്ടിയിട്ടാണ്.
അയാളെന്ന ലേബർക്ക് വേണ്ടിയിട്ടാണ് അയാൾ ബിരിയാണി വെക്കുന്നത്. അത് പാചകം ചെയ്ത് അയാൾക്ക് കൊടുത്തെങ്കിൽ അയാൾ ക്യാഷ് കിട്ടുള്ളൂ അല്ലേ, അല്ലാതെ നാട്ടിലേക്ക് വേണ്ടിയിട്ടാണ്. ഒരു ടൈലർ നിങ്ങൾക്ക് ഷർട്ട് കൊണ്ടേ കൊടുക്കുന്നു, ടൈലർ ഷർട്ട് അടിച്ചിരുന്നു, ഷർട്ട് അടിക്കുമ്പോൾ ആ ഷർട്ട് അടിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അവിടെ അയാൾ അടിക്കുന്നത് അയാൾക്ക് വേണ്ടിയിട്ടാണ്, അയാൾക്ക് ഇത് തയ്ച്ചു കൊടുത്തെങ്കിലേ ക്യാഷ് കിട്ടുള്ളൂ. അപ്പോൾ ഉൽപാദന ഘടകങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. കർഷകൻ കൃഷി ഇറക്കുന്നത് കർഷകന് വേണ്ടിയിട്ടാണ്. ഒരു വ്യവസായ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന അയാൾക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ അർത്ഥം ആ ഉൽപ്പന്നം വിറ്റാൽ കിട്ടുന്ന വരുമാനം ഉൽപാദന ഘടകങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയാണ്. ഇതിനെ പറയുന്ന പേര് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ, പ്രവർത്തനപരമായ വിതരണം എന്ന് പറയുന്നു. ഇങ്ങനെ വിതരണം ചെയ്യുന്നതിന് പറയുന്ന പേര് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ എന്താണ് പ്രവർത്തനപരമായ വിതരണം എന്ന് പറയുന്നത്. അപ്പൊ നോക്ക്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചതെന്ന് വെച്ചാൽ കൊടുക്കേണ്ടത് production for the 4 factors of production, production for factors of production, production for 4 factors of production, that is land, labor, wage, capital, rate of interest, organization and entrepreneurship, profit. Okay, the income of the products distributed, the income of the products distributed among the 4 factors of production. This distribution is known as functional distribution. This distribution is known as functional distribution. Now English for home to produce it means that the production for the 4 factors of production, that is the land, labor, capital, organization, the income of the product, the revenue from the product, the income from the product distributed among these 4 factors of production. This distribution is known as functional distribution. മലയാളത്തിൽ എഴുതുക, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഉൽപാദന ഘടകങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ഉൽപ്പന്നത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന ഘടകങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ഉൽപ്പന്നത്തിൽ നിന്നുള്ള വരുമാനം ഉൽപാദന ഘടകങ്ങളായ ഭൂമി ബ്രാക്കറ്റിൽ പാട്ടം, ലേബർ തൊഴിലാളി ബ്രാക്കറ്റിൽ വേജ് കൂലി വേതനം, മൂലധനം ബ്രാക്കറ്റിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ, ഓർഗനൈസേഷൻ സംഘാടനം അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ലാഭം, ഇവക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്താണ്, ഉൽപ്പന്നത്തിൽ നിന്നുള്ള വരുമാനം ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്നിവയ്ക്കിടയിൽ വിതരണം ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേര് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ, പ്രവർത്തനപരമായ വിതരണം എന്നാണ്. ഇതിനെ പറയുന്ന പേര് എന്താണ്, പ്രവർത്തനപരമായ വിതരണം എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്ക്, അപ്പോൾ എന്താണ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ് എന്താണെന്ന് കണ്ടു, ഉൽപാദന ഘടകങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കുക, ഒന്നുകൂടി പറയാം. 3 സാമ്പത്തിക പ്രശ്നങ്ങളാണ്. വാട്ട് ടു പ്രൊഡ്യൂസ്, 2 ഹൗ ടു പ്രൊഡ്യൂസ്, 3 ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. ആർക്ക് വേണ്ടി എങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഓക്കെ, മനസ്സിലായിട്ടാണെന്ന് കരുതുന്നു. ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടി പറയുന്നത് ക്ലിയർ ആവും. സാധാരണയായിട്ട് ഗൾഫിൽ നിന്നൊക്കെ വന്ന ആളുകൾ, ഞാൻ ഗൾഫിൽ നിന്ന് വന്നതാണ്, 10 വർഷക്കാലത്തോളം ഗൾഫിൽ നിന്നതാണ്. അപ്പോൾ കൊറോണ എന്നല്ല, അതിന് മുമ്പ് വന്നത് തന്നെയാണ്. അതിന് മുമ്പ് വന്ന് ഇനി ഗൾഫിൽ നിൽക്കാൻ വയ്യ, അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് ഒരു ഏർപ്പാട് വന്നാൽ വേണ്ടി വന്നതാണ്. ഇങ്ങനെ വന്ന ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കും, എന്താ ചെയ്യാം, എന്ത് ഏർപ്പാടാണ് ചെയ്യാം അല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. എൻ്റെ കയ്യിൽ ക്യാഷ് എന്ന് പറയില്ല, അളിയെ കുറച്ച് ക്യാഷ് ചെയ്യാനുണ്ട്, പിന്നെ വൈഫിന് കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും തുടങ്ങണം കണ്ടില്ലേ. അപ്പോൾ അവരുടെ മുമ്പിൽ ഒന്നാമത്തെ പ്രശ്നമാണ് വാട്ട് പ്രൊഡ്യൂസ്, എന്താ ഉൽപ്പാദിപ്പിക്കുക. ലാഭം നോക്കിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്? അല്ല. അയാൾ നോക്കേണ്ടത് എന്താണെന്നറിയോ, ഇവിടെ ഇപ്പോൾ ഏതിനാണ് മാർക്കറ്റ് ഉള്ളത്, ഏതിനാണ് ഉപഭോക്താക്കൾ ആവശ്യമുള്ളത്, അതായിരിക്കണം ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത് അല്ലേ. ഉപഭോക്താക്കൾക്ക് താല്പര്യമുള്ളതായിരിക്കണം ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ, അപ്പോൾ അയാൾ എന്ത് ചെയ്തു എന്നറിയോ, ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു, കുറേ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞു ഷർട്ട് കൊണ്ടുവന്നിട്ട്, തുണി കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്തിട്ട്, ഫേമൊക്കെ തുടങ്ങിയിട്ട് മെഷീനൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ട് ഷർട്ടാക്കി വിറ്റാൽ നല്ല ലാഭം കിട്ടും. സൂറത്തിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യാം, ഹൈദരാബാദൊക്കെ പോയിട്ട് തുണി വലിയ കെട്ടുകൊണ്ട് എന്നിട്ട് കട്ട് ചെയ്തിട്ട് ജോയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ഷർട്ടൊക്കെ നല്ല ലാഭം കിട്ടും. ഞാൻ സ്ഥാപനം തുടങ്ങി. രണ്ടാമത്തെ പ്രശ്നം കണ്ടു, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. പഴയ കാലത്തൊക്കെ മുത്തശ്ശിമാരൊക്കെ ജാക്കറ്റൊക്കെ തുന്നി നിങ്ങൾ കൈകൊണ്ട് തുന്നിട്ടായിരുന്നല്ലേ പറയുന്നേക്കാം. ആ രീതി പറ്റുമോ? ഇല്ല. അതൊക്കെ കുടുംബശ്രീക്കാരൊക്കെ വിളിച്ചിട്ട് കൈയോട് നിന്ന് ഷർട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നീട് നമുക്കറിയാം, പിന്നീട് ചവിട്ടുന്ന മെഷീൻ വന്നു, പ്രസ് ചെയ്യുന്ന മെഷീൻ വന്നു. ഇപ്പോൾ തിരുപ്പൂരൊക്കെ പോയി കഴിഞ്ഞാൽ ബനിയൻ അടിക്കുന്ന കമ്പനി കാണാം,
ഇങ്ങനെ കോളർ അടിക്കുന്ന ആൾ കോളറിന് അടിക്കുന്നുണ്ടാവും, ഷർട്ട് മറ്റേ കൈ അടിക്കുന്ന ആൾ കൈ അടിക്കുന്നുണ്ടാവും, ബട്ടൺ വെക്കുന്ന ആൾ ബട്ടൺ വെക്കുന്നുണ്ടാവും അല്ലേ. അവിടെ ഡിവിഷൻ ഓഫ് ലേബറാണ്. അപ്പോൾ അവിടെ പുതിയ പുതിയ ടെക്നോളജികൾ, എനിക്ക് ലാഭം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പുതിയ പുതിയ ടെക്നോളജികളെ, പുതിയ പുതിയ രീതികൾ ഞാൻ സ്വീകരിക്കണം അല്ലേ. പുതിയ രീതികൾ സ്വീകരിച്ചെങ്കിൽ എനിക്ക് എന്ത് കിട്ടുള്ളൂ? ലാഭം കിട്ടുകയുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ പുതിയ പ്ലാന്റേഷനും പുതിയ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചു. ചിലവ് പരമാവധി കുറക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം, വലിയ സ്ഥാപനം ടെക്നോളജികളൊക്കെ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ പിന്നീട് വന്നു ആർക്ക് വേണ്ടി ചെയ്യണം? അവിടെ നമ്മൾ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങളും അഭിരുചിയും ഒക്കെ നോക്കണമെങ്കിലും ഞാനത് ഉണ്ടാക്കുന്ന എനിക്ക് വേണ്ടിയിട്ടല്ലേ. ഞാനെന്ന ഉൽപ്പാദന, ഞാനെന്ന ഓണർ, ഞാനെന്ന ഓർഗനൈസേഷൻ, എൻ്റെ ഓർഗനൈസേഷൻ, എൻ്റെ ഓണർപ്രണർഷിപ്പിന് വേണ്ടിയിട്ടാണ്. എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ലേബർ ജോലി ചെയ്യുന്നത് അയാൾക്ക് വേണ്ടിയിട്ടാണ്. അയാൾക്ക് ഷർട്ട് ഉണ്ടാക്കുന്നത് അയാൾക്ക് വേണ്ടിയിട്ടാണ്. അയാൾക്ക് ഇടാനല്ല, ആ വരുമാനം അയാൾക്കുള്ളതാണ്. ഈ ബിൽഡിംഗ് വാടക കൊടുത്താണെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ പാട്ടം അയാൾ എനിക്ക് തന്നത് നാട്ടിലേക്കൊക്കെ ഷർട്ട് ഇട്ടോട്ടെ ചെയ്തിട്ടല്ല അയാൾ തരുന്നത്. അയാൾ ഇതിന് വേണ്ടിയിട്ടാണ്. ഇത് നടന്നാൽ ഇയാൾക്ക് വാടക കിട്ടും, പാട്ടം കിട്ടും, അതുകൊണ്ട് വാടക ഉണ്ടാക്കാം കേട്ടോ. ഇനി എനിക്ക് ബാങ്ക് ലോൺ നൽകിയത് നാട്ടിലൊക്കെ ഷർട്ടിനെ കൊണ്ട് ചെയ്തിട്ടല്ല, മറിച്ചത് ബാങ്കിന് പലിശ കിട്ടുന്നു, ക്യാപിറ്റൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നു. ഇപ്പൊ ഞാൻ ഈ ഷർട്ട് വിറ്റാൽ കിട്ടുന്ന ക്യാഷ് എന്ത് ചെയ്യും? ഈ 4 ഉൽപാദന, ഞാൻ ഉൾപ്പെടെയുള്ള 4 ഉൽപാദന ഘടകങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നു. ആ വിതരണത്തെ പറയുന്നവരാണ് ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയാം. അപ്പോൾ നോക്കാം, വാട്ട് പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫ്രോം ടു പ്രൊഡ്യൂസ്. ഓക്കെ, ഇന്ന് നമ്മൾ ടോപ്പിക് ആണ് എടുത്തതാണ് എന്താണ് സാമ്പത്തിക മേഖല നേരിടുന്ന പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അടുത്ത ഒരു ടോപ്പിക് നമ്മൾ അടുത്തൊരു മേഖല, അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഉൽപാദന സാധ്യത വക്രമാണ്. അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ എടുത്തു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഉൽപാദന സാധ്യത വക്രം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നോട്ട് അപ്പം തന്നെ എഴുതി പോരുക. കുറച്ച് കഴിഞ്ഞാൽ എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും, നോട്ട് ചെക്ക് ചെയ്യും. ഓക്കെ, ബൈ.